ദാ ഈ അനങ്ങുന്ന കാറ്റർപില്ലർ കണ്ടോ? ഇതിനെ ഉണ്ടാക്കാം. അപ്പോൾ വേഗം വാട്ടോ. അപ്പോൾ നമുക്ക് ലീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ പേപ്പർ വേണം. ഗ്രീൻ കളർ A4 ഷീറ്റ് പകുതിയായിട്ട് നീളത്തിൽ മുറിച്ചിട്ട് അത് വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ട് നമ്മളൊരു ലീഫിന്റെ ആകൃതി ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മളത് മുറിച്ചെടുക്കുകയാണ്. കുറച്ച് വലിയ ലീഫ് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് സിക്സാക്ക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടോ. നമുക്ക് ആ ലീഫിന്റെ വെയിൻസ് ഇല്ലേ, അത് വരുത്താൻ വേണ്ടിയിട്ടാണ്. താഴെ വെച്ച് മടക്കിയെടുത്താൽ മതി, കുറച്ച് എളുപ്പമുണ്ട്. പിന്നെ മടക്കുമ്പോൾ കുറച്ച് ചെരിച്ച് മടക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ മടക്കിയത് ഇച്ചിരി നേരെയായി പോയി. ഇനി ഇതൊന്ന് നിവർത്തി നോക്കാം. അപ്പൊ ഏകദേശം ഒരു ഇലയുടെ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനൊരു തണ്ട് വേണം. ഗ്രീൻ കളർ പേപ്പർ പതുക്കെ ചുരുട്ടിയിട്ട് ഒരു പേപ്പർ സ്റ്റിക്ക് ആക്കി എടുത്താൽ മതി. ഞാനിവിടെ എടുക്കുന്നത് പേപ്പർ സ്ട്രോ ആണ് കേട്ടോ. അത് വൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഗ്രീൻ കളർ അടിച്ചെടുക്കുകയാണേ. ഇനി ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് തന്നെ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ കുറച്ച് കട്ടി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ തണ്ടില്ലേ, അത് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് മടക്കിയിട്ട് കുറച്ച് ലൂസിൽ മടക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് അളവ് നോക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് പശ തേച്ചിട്ട് അത് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അത് ഒട്ടിക്കുമ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ പേപ്പർ സ്റ്റിക്കില്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഒട്ടിച്ചെടുക്കണം കേട്ടോ. ബാക്കി ഇതാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ അറ്റത്തും കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇത് ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ അനിയത്തിയുടെ മോൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. 1ാം ക്ലാസ്സുകാരുടെ എന്തോ ഒരു വർക്കായിരുന്നു. അപ്പൊ എന്തായാലും ഒരു വർക്ക് ചെയ്യുന്നല്ലേ, അന്നൊരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു. ഇനി നമ്മൾ ആ പേപ്പർ സ്റ്റിക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ആ ഉണ്ടാക്കി ആ ഒരു ഇതിൽ മാത്രം പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അത് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് കാറ്റർപില്ലറിനെ ഉണ്ടാക്കണം. അതിനു വേണ്ടി ടിഷ്യൂ പേപ്പർ ഒരു 2 ലെയർ ഇങ്ങനെ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ ഇതുപോലെ എന്തെങ്കിലും സ്റ്റിക്കോ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ട് കുറച്ച് പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ചുരുട്ടി എടുക്കുക കേട്ടോ. എന്നിട്ട് ലാസ്റ്റും ഇതുപോലെ ഒരു പശ തേച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ചുരുട്ടി എടുക്കണം കേട്ടോ. പിന്നെ ഒട്ടാത്ത ഭാഗമൊക്കെ കുറച്ച് പശ തേച്ച് കൊടുത്ത് കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ആ ടിഷ്യൂ പേപ്പർ വടിയുന്നത് 2 സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് വടിയിൽ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചുരുട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് ആ വടിയിൽ നിന്ന് ഇങ്ങനെ ഊരിയെടുക്കുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ചുരുണ്ട് ജസ്റ്റ് ഒരു പുഴുവിന്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് ഒരു കാറ്റർപില്ലർ അല്ലേ, അപ്പൊ അതൊന്ന് കളർഫുൾ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ അതിനൊരു വാഴക്കൂമ്പിന്റെ കളർ തന്നെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ ബ്ലാക്ക് കളർ ബ്രഷ് പെൻ വെച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഒന്ന് തൊട്ടാൽ മതി കേട്ടോ. അധികം തൊട്ട് കഴിഞ്ഞാൽ സ്പ്രെഡ് ആയി പോകുന്നുണ്ട്, ടിഷ്യൂ പേപ്പർ അല്ലേ. പിന്നെ പേസ്റ്റൽ ഗ്രീൻ വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ലൈൻ ഇട്ട് കൊടുത്തു. പിന്നെ അതിന്റെ ഗ്രീനിന്റെ ഇടയിൽ കൂടെ യെല്ലോ കളർ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ കളറെല്ലാം കൂടി മിക്സ് ആയിട്ട് നല്ല ഭംഗിയിൽ വരും. ലാസ്റ്റ് ഇതാ ഓറഞ്ച് ഞാൻ ചെറുതായിട്ടൊരു കൊമ്പ് പോലെ അവിടെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് സൈഡിൽ കൂടെ ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സുന്ദരൻ കാറ്റർപില്ലർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലീഫിലേക്ക് ഒട്ടിച്ചു കൊടുക്കണ്ടേ. ആദ്യം അതൊന്ന് അളവ് നോക്കുക. എന്നിട്ട് ഇതാ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന റൗണ്ടിലേക്ക് ഒരു ഇച്ചിരി പശ തേക്കുക. മുകളിലും ആ സ്റ്റിക്കില്ലേ അതിന്റെ മുകളിൽ ഈ രീതിയിൽ ഒന്ന് പശ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ കാറ്റർപില്ലറിനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഡ്രൈ ആവണം കേട്ടോ, അല്ലെങ്കിൽ അത് വിട്ടുപോരും. പെട്ടെന്ന് ഒട്ടിക്കിട്ടണമെങ്കിൽ ഗ്ലൂഗൺ ഉപയോഗിക്കാം. ഫെവിക്കോൾ ഉപയോഗിക്കുമ്പം കുറച്ചധികം സമയം എടുക്കും കേട്ടോ, നല്ലപോലെ ഒന്ന് ഡ്രൈ ആവാനായിട്ട്. അല്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് അതിങ്ങനെ വിട്ടുപോരും. അപ്പൊ നമ്മുടെ തണ്ടുമ്മ പിടിച്ചിങ്ങനെ വലിക്കുമ്പോഴാണ് കേട്ടോ ഈ പുഴു ഇങ്ങനെ അനങ്ങുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.